ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ന്യൂസിലൻഡിനെ പറ്റിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഞാനിവിടെ എത്തിയിട്ട് 2 months ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 2 മാസത്തിനിടയിൽ എനിക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഒരു പസഫിക് കൺട്രിയാണ് കേട്ടോ. അതായത് പസഫിക് ഓഷ്യനിൽ കാണപ്പെടുന്ന ഒരു കൊച്ചു രാജ്യം. ഇതിൽ തന്നെ പ്രധാനമായിട്ടും 2 ഐലൻഡുകളാണ് വരുന്നത്, സൗത്ത് ഐലൻഡും അതുപോലെ നോർത്ത് ഐലൻഡും. ഇതിൽ നോർത്ത് ഐലൻഡിലെ ഓക്ലൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുപോലെ എൻ്റെ കോളേജും വരുന്നത് ഇവിടെ തന്നെയാണ്. ഈ 2 ഐലൻഡും തമ്മിൽ എനിക്ക് പ്രധാനമായിട്ടും ഡിഫറൻസ് തോന്നിയത് ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോർത്തിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ സീസൺസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേസമയം സൗത്തിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കേട്ടത് വെല്ലിംഗ്ടണിലൊക്കെ കൂടുതലും കാറ്റായിരിക്കും, അതുപോലെ ക്ലൗഡി ആയിരിക്കും എന്നാണ്. അതുപോലെ മിക്കപ്പോഴും തണുപ്പായിരിക്കും അവിടെ കൂടുതലും അനുഭവപ്പെടാറുള്ളത്. ന്യൂസിലൻഡിൽ പ്രധാനമായിട്ട് 2 ഭാഷകളാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഇംഗ്ലീഷും അതുപോലെ തന്നെ മറ്റൊന്ന് മൗറി ലാംഗ്വേജുമാണ്. ഈ മൗറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഭാഷ മാത്രമല്ല, പകരം ഇവിടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ മൗറീസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ആരാണ് മൗറീസ് എന്ന് പറയാം? ആദ്യമായി ന്യൂസിലൻഡിലെത്തിയ ഇവിടുത്തെ ജനതയാണ് നമ്മൾ മൗറീസ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഇൻഡിജിനസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ. പോളിനേഷ്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന പോളിനേഷ്യൻസ് ഇവിടെ എത്തുകയും പിന്നീട് അവർ മൗറീസ് എന്നറിയപ്പെടാനും തുടങ്ങി. അങ്ങനെ അവരിവിടെ എത്തി ഏകദേശം 1000 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് യൂറോപ്യൻസ് വരുന്നതും. അങ്ങനെ കോളനൈസേഷൻ സംഭവിച്ചു. പിന്നീട് ഇംഗ്ലീഷും ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജായി മാറി. ഇതിനിടയിൽ ബ്രിട്ടീഷ് ക്രൗണും അതുപോലെ തന്നെ മൗറി ചീഫ്സിനിടയിലൊക്കെ ഒരു ട്രീറ്റി ഒപ്പുവയ്ക്കുകയും അങ്ങനെ മൗറീസിൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലോട്ട് ഈ ട്രീറ്റി വരികയും അങ്ങനെ അത് തന്നെയാണ് ന്യൂസിലൻഡ് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇനി നമുക്ക് ന്യൂസിലൻഡിൽ താമസിക്കുന്ന മറ്റാളുകളെ പറ്റി സംസാരിക്കാം. ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യൻസിൽ തന്നെ പ്രധാനമായിട്ടും ഇന്ത്യൻസും ചൈനീസും ആണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഫിലിപ്പിനോസ്, ശ്രീലങ്കൻസ്, ബംഗ്ലാദേശ്, പാകിസ്ഥാനീസ് അവരെല്ലാം ഇവിടെ ഉണ്ടാകാറുണ്ട്, സൗത്ത് ഏഷ്യൻ മാത്രം. ഇനി അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് യൂറോപ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, പിന്നെ മറ്റ് പസഫിക് ഐലൻഡ്സ് ആയിട്ടുള്ള ടോങ്ക, സമോവ, ഫിജി ഇവിടെ നിന്നെല്ലാം ഉള്ള ആളുകളും നമുക്ക് ന്യൂസിലൻഡിൽ കാണാൻ പറ്റും. വളരെ ക്ലീൻ ആൻഡ് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ് കേട്ടോ ന്യൂസിലൻഡ്. അതുപോലെ തന്നെ ആളുകളുടെ സിവിക് സെൻസും കൂടുതലാണ്. ഇപ്പം നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര കൺസിഡറേറ്റ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെയാണ് ന്യൂസിലൻഡിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയാം ന്യൂസിലൻഡിനെ പറ്റി. അതുപോലെ തന്നെ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് കണ്ടൻസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ഇവിടെ എങ്ങനെ സ്റ്റുഡൻ്റ് ആയിട്ട് വരാം, എന്തൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ സ്റ്റുഡൻറ്റ് വിസയുടെ പ്രോസസ്സ് എങ്ങനെയാണ്, എത്ര ടൈം എടുക്കും, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോബ് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.